ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൊണ്ട് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നികേഷിന്റെ അമ്മ രണ്ടാമതും വീട് വിട്ടുപോകാൻ കാരണക്കാരൻ ഭാസ്കരനാണെന്നാണ് നികേഷ് വിശ്വസിക്കുന്നത്. എന്നാൽ സത്യങ്ങളൊന്നും നിധിയും സുധീഷും നികേഷിനോട് പറയുന്നില്ല. നികേഷിന്റെ അമ്മ പണം മോഷ്ടിക്കാൻ ശ്രമിച്ചതും നിധി നികേഷിന്റെ അമ്മയെ കൈയോടെ പിടിച്ചപ്പോൾ നിധിയെ തള്ളിയിട്ടിട്ട് രണ്ടാം ഭർത്താവിന്റെ ഒപ്പം അമ്മ ഓടിപ്പോയതുമെന്നും നികേഷ് അറിയണ്ട എന്നാണ് അവരുടെ തീരുമാനം. തന്റെ അമ്മ വീട് വിട്ടുപോകാൻ കാരണക്കാരനായ ഭാസ്കരനോട് നിധി അടുത്തു പെരുമാറുന്നത് നികേഷിന് ഇഷ്ടപ്പെടുന്നില്ല. നികേഷ് നിധിയെ എതിർത്ത് സംസാരിക്കുകയും കുറ്റപ്പെടുത്തുകയുമാണ്. നിധി ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടുകൂടി റൂമിൽ കയറി വാതിലടയ്ക്കുന്നു. നികേഷിന്റെ വിഷമം നിധി മനസ്സിലാക്കുന്നുവെങ്കിലും സത്യം തുറന്നു പറയാൻ കഴിയുന്നില്ല. നിധിയോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ നികേഷ് ഒരുപാട് വിഷമിക്കുകയും സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയുകയുമാണ്. രാവിലെ നിധി തുണി കഴുകി വിരിക്കുമ്പോൾ അരികിലേക്ക് വന്ന നികേഷ് പറയുന്നു, ഏട്ടത്തി സോറി. എന്തിനെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഞാൻ കുറച്ച് ഓവറായിട്ടാണ് ഏട്ടത്തിയോട് സംസാരിച്ചത്. ഇത് കേട്ട് നിധി പറയുകയാണ്, അപ്പം അങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്ന് നീ മനസ്സിലാക്കി. നികേഷ് പറയുകയാണ്, അതെ ഏട്ടത്തി, ദേഷ്യത്തില് അങ്ങനെ സംസാരിച്ചു പോയതാ. നിന്റെ സോറി ഒന്നും ഞാൻ വരവ് വെക്കത്തില്ലെന്ന് നിധി പറയുമ്പോൾ ടെൻഷനോടുകൂടി നികേഷ് ചോദിക്കണം, ഏട്ടത്തി ഞാൻ എന്ത് ചെയ്താൽ ഏട്ടത്തി എന്നോട് ക്ഷമിക്കും? നിധി പറയുന്നു, എന്നോട് ഒരാഴ്ച സംസാരിക്കണ്ട. നികേഷ് പറയുകയാണ്, അങ്ങനെയൊന്നും പറയല്ല ഏട്ടത്തി. നിധി പറയുകയാണ്, നീ എന്നോട് സംസാരിക്കാതിരുന്നില്ലേ, ഞാനും നിന്നോട് സംസാരിക്കാതിരിക്കും. നികേഷ് പറയുന്നു, ഏട്ടത്തി പ്ലീസ്. നിധി പറയുകയാണ്, ഞാൻ സംസാരിക്കില്ല നികേഷ്. അങ്ങനെ നിധി തുണി വിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് നികേഷ്. ഇത് കണ്ട് നികേഷിന്റെ അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ച് നിധി പറയുകയാണ്, നികേഷ് നീ കരയുവാണോ? കരയാതടാ. നികേഷ് പറയുന്നു, സോറി ഏട്ടത്തി, ഞാൻ ദേഷ്യത്തിലെന്തോ പറഞ്ഞു പോയതാ. അമ്മ പെട്ടെന്ന് വന്നു. ഇനി അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു വാക്ക് പോലും പറയാതെ അമ്മ പോയി. അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഏട്ടത്തി. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. അതാ ഞാൻ ദേഷ്യത്തില് ഏട്ടത്തിയോട് എന്തൊക്കെയോ പറഞ്ഞു പോയത്. എന്നോട് ക്ഷമിക്കേട്ടത്തി. സോറി ഏട്ടത്തി. നികേഷിന്റെ കയ്യിൽ പിടിച്ച് കണ്ണീര് തുടച്ചുകൊണ്ട് നിധി പറയുകയാണ്, അതിനാണോ നീ കരയുന്നത്? കരയല്ലേടാ. ഈ സമയം വാതിലിന്റെ അരികിലേക്ക് വന്ന സുഭാഷ് അവരെ ശ്രദ്ധിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് അകത്തേക്ക് പോയി സുധീഷിനെയും ഹരീഷിനെയും കൂട്ടിക്കൊണ്ട് സുഭാഷ് വാതിലിന്റെ അരികിലേക്ക് വരികയാണ്. എന്താ സുഭാഷ് ഏട്ടാന്ന് അവര് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അങ്ങോട്ട് നോക്കടാ. കരഞ്ഞോണ്ട് നിൽക്കുന്ന നികേഷിന്റെ കയ്യിൽ പിടിച്ച് നിധി പറയുന്നു, നീ അത് വിടടാ. ഒരു വീടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. എപ്പോഴും എല്ലാവരും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ? ചില സിറ്റുവേഷനിൽ എല്ലാവരും ദേഷ്യപ്പെടും, വഴക്കു പറയും, വഴക്കുണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് ഒരു വീട്. എപ്പോഴും സന്തോഷമായിട്ട് ഒരു വീട് ഉണ്ടാകില്ല. ഞാൻ നിന്നോട് ദേഷ്യപ്പെടും, നീ എന്നോട് ദേഷ്യപ്പെടും, അതൊന്നും ഒരു വിഷയമേ അല്ല. സ്നേഹം ഉള്ളിടത്തെ ദേഷ്യം വരും. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. നീ സന്തോഷമായിട്ടിരുന്നാ മതി. ഒന്ന് ചിരിക്കടാ. ചിരി എന്ന് പറഞ്ഞ് നികേഷിനെ ഇക്കിളിയാക്കുകയാണ് നിധി. ഏട്ടത്തി എന്ന് വിളിച്ച് നികേഷ് ചിരിക്കുകയാണ്. നിധിയും നികേഷും സന്തോഷത്തോടുകൂടി സംസാരിച്ചു നിൽക്കുന്നു. ഇത് കണ്ട് പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സുഭാഷും സുധീഷും ഹരീഷും. പെട്ടെന്ന് കണ്ണു നിറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് സുധീഷും ഹരീഷും. സുഭാഷിന്റെ അരികിലേക്ക് ചെന്ന് ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എന്തു പറ്റി? സുധീഷ് ചോദിക്കണം, സുഭാഷ് ഏട്ടൻ എന്തിനാ കരയുന്നത്? പുഞ്ചിരിച്ച് സുഭാഷ് പറയുകയാണ്, നിധി എന്ത് നല്ലൊരു പെൺകുട്ടിയാ. നികേഷിനെ എത്ര സ്നേഹത്തോടുകൂടിയാ അവള് നോക്കുന്നത്. നികേഷിന്റെ അമ്മ ഇവിടുന്ന് പോയതിനു ശേഷം എനിക്കും വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ വലിയ വിഷമമൊന്നുമില്ല. കാരണം നമ്മുടെ വീട്ടില് നിധി ഉണ്ടല്ലോ. നിധി ഈ വീട്ടിലുള്ളിടത്തോളം ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല ഈ വീട്ടിൽ. അവളുടെ അമ്മയും അച്ഛനും അവളെ നന്നായി വളർത്തിയിരിക്കുന്നത്. എല്ലാവരെയും അനുസരിച്ച് ജീവിക്കുന്നു. നമുക്ക് വേണ്ടി അവൾ എന്തെല്ലാമാ ചെയ്യുന്നത്? ഹരീഷ് പറയുകയാണ്, നമ്മൾ കുടുംബമായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെല്ലാം കാരണക്കാരി ഏട്ടത്തിയാണെന്ന് ഓർക്കണം. ഇതെല്ലാം കേട്ട് സുധീഷ് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, നിധി കഴിഞ്ഞ ജന്മത്തില് നമ്മുടെ എല്ലാവരുടെയും അമ്മയായിരുന്നിരിക്കും. കണ്ണു തള്ളി സുധീഷ് ചോദിക്കുന്നു, എന്താ പറഞ്ഞത്? സുഭാഷ് ഏട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞേ? സുഭാഷ് പറയുകയാണ്, അതേടാ, നിധി കഴിഞ്ഞ ജന്മത്തില് നമ്മുടെ എല്ലാവരുടെയും അമ്മയായിരുന്നു എന്നാ തോന്നുന്നത്. ആ ബന്ധത്തിന്റെ തുടർച്ചയാണ് ഈ ജന്മത്തിലും. അല്ലെങ്കിൽ പിന്നെ ആ പെൺകുട്ടിക്ക് നമ്മളോട് ഇത്രയും സ്നേഹം തോന്നുന്നത് എന്തുകൊണ്ടാ? സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഒന്ന് നിർത്ത്. സുഭാഷ് പറയുകയാണ്, അനിയത്തിയാണെന്ന് പറയരുതെന്നല്ലേ നീ പറഞ്ഞത്? അമ്മയെന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം? സുധീഷ് പറയുകയാണ്, ഇതിലും ഭേദം അനിയത്തിയാ. ഇപ്പൊ എന്തിനാ അവളെ അമ്മയെന്നൊക്കെ സുഭാഷ് ഏട്ടൻ പറയുന്നത്? അവളെന്റെ ഭാര്യയാണ് സുഭാഷ് ഏട്ടാ. ഭാര്യ, വൈഫ്. ഒരിക്കലെങ്കിലും സുഭാഷ് ഏട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സുഭാഷ് ഏട്ടൻ ഇതേപോലെ നിധിയുടെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞ ജന്മത്തില് നിധി ഞങ്ങളുടെ അമ്മയായിരുന്നു, ആയയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് അവളെ അമ്മയെന്ന് വിളിപ്പിക്കരുത്. തുടർന്ന് നിധിയും നികേഷും അവിടേക്ക് വരികയാണ്. നിധി പറയുന്നു, ഇന്ന് ഞായറാഴ്ചയല്ലേ, ആർക്കും ജോലിക്ക് പോകണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കാം. അങ്ങനെ സുധീഷിനെ പച്ചക്കറി വാങ്ങാൻ പറഞ്ഞു വിട്ട് നിധി എല്ലാവരെയും കൂട്ടി അടുക്കളയിലേക്ക് പോവുകയാണ്. തുടർന്ന് നിധി റോഡിലൂടെ വരുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന നികേഷിന്റെ അമ്മയെ കാണുകയാണ്. പിന്നാലെ ചെന്ന് നിക്കെവിടെയെന്ന് നിധി പറയുമ്പോൾ നിധിയെ തിരിഞ്ഞു നോക്കി ഭയത്തോടുകൂടി മുന്നോട്ടേക്ക് ഓടി പോകുകയാണ് നികേഷിന്റെ അമ്മ. കയ്യിൽ കയറി പിടിച്ച് നിധി പറയുന്നു, നിൽക്കാനല്ലേ പറഞ്ഞത്? കൈ തട്ടി മാറ്റി നികേഷിന്റെ അമ്മ പറയുന്നു, എന്നെ വിട്, ഞാൻ നിങ്ങളുടെ പണമൊന്നും എടുത്തില്ലല്ലോ, പിന്നെന്തിനാ എന്നെ തടഞ്ഞു നിർത്തി പ്രശ്നം
പ്രശ്നം ഉണ്ടാക്കുന്നത്? നിധി പറയുകയാണ്, നിങ്ങൾ എന്തൊരു സ്ത്രീയാ? നിങ്ങളുടെ മകന്റെ വീട്ടിലുള്ള പണം നിങ്ങൾ മോഷ്ടിക്കുന്നത് ശരിയാണോ? നിങ്ങൾ ശരിക്കും നികേഷിന്റെ അമ്മ തന്നെയാണോ? നികേഷിന്റെ അമ്മ പറയുന്നു, നീ പിന്നെ എന്തിനാ അത് തന്നെ ചോദിക്കുന്നത്? ഞാൻ നികേഷിന്റെ അമ്മയാണെന്ന് അറിയാതെയാണോ നീ എന്നെ കൂട്ടിക്കൊണ്ടു പോയത്? നിധി പറയുന്നു, ശബ്ദം ഉയരണ്ട. നിങ്ങളുടെ മകനോട് ഒരല്പം പോലും കരുണയില്ലേ നിങ്ങൾക്ക്? എന്തിനാ അവനെ വിട്ടിട്ട് പോയത് നിങ്ങള്? വീണ്ടും നിങ്ങള് അവനെ വേണ്ടാന്ന് വെച്ച് പോയാൽ അവൻ എന്തോരം വിഷമിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? നികേഷിന്റെ അമ്മ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ഞാൻ പണം എടുക്കുന്നത് നീ കണ്ടിട്ടും ഞാൻ അവിടെ തന്നെ താമസിക്കണമായിരുന്നു എന്നാണോ നീ പറയുന്നത്? നിധി പറയുകയാണ്, ആ കഥയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നിങ്ങളിപ്പോ എന്നോട് സത്യം മാത്രം പറ. നിങ്ങൾ ശരിക്കും നികേഷിന്റെ കൂടെ താമസിക്കാൻ വേണ്ടി വന്നതാണോ, അതോ പണം മോഷ്ടിക്കാൻ വേണ്ടി വന്നതോ? നീ നിന്റെ പണി നോക്കി പോന്ന് പറഞ്ഞ് നികേഷിന്റെ അമ്മ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് നിധി പറയുന്നു, നിൽക്കവിടെ. സത്യം പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല. നിങ്ങൾ എന്ത് ലക്ഷ്യത്തോടു കൂടിയാ എന്റെ വീട്ടിലേക്ക് വന്നത്? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ആദ്യം മുതലേ എനിക്ക് നിങ്ങളെ സംശയം ഉണ്ടായിരുന്നു. അന്ന് രാത്രി ഒരാള് വന്നില്ലേ നിങ്ങളെ കാണാനായിട്ട്? അയാൾ ആരാ? നിങ്ങൾ പോയത് മുതല് നിങ്ങളുടെ കാര്യം ഓർത്ത് നികേഷ് എന്തോരം വിഷമിക്കുന്നുണ്ടെന്ന് അറിയുമോ? അവിടെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാമായിരുന്നല്ലോ. എന്തിനാ ഇങ്ങനെ ചെയ്തത്? നികേഷിന്റെ അമ്മ പറയുകയാണ്, അവിടെ എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. നികേഷിന്റെ അമ്മയായിട്ട് മാത്രം ഞാൻ ജീവിച്ചാൽ എന്റെ ഭർത്താവിനെ ആര് നോക്കും? അന്ന് അവിടെ വന്നത് ആരാണെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? അദ്ദേഹം എന്റെ ഭർത്താവാ. എന്റെ ഭർത്താവിന് ഞാൻ നികേഷിന്റെ കൂടെ താമസിക്കുന്നത് ഇഷ്ടമല്ല. എന്റെ അവസ്ഥ വളരെ മോശമാണ് മോളെ. എനിക്കും എന്റെ ഭർത്താവിനും ഒരുപാട് കടമുണ്ട്. പണത്തിന് വേണ്ടി തന്നെയാ നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നത്. നികേഷിനെ കാണുമ്പോൾ എന്റെ മകനായതുകൊണ്ട് അവനോട് എനിക്ക് സ്നേഹം തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ താമസിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ കടക്കാരെ എന്റെ ഭർത്താവിനെ കൊന്നുകളയും. അതുകൊണ്ടാ ഞാൻ പണം മോഷ്ടിക്കാൻ തുടങ്ങിയത്. പണം മോഷ്ടിക്കുന്ന സമയത്ത് നീ എന്നെ പിടിച്ചില്ലേ? ഞാനും പണം എടുക്കാതെ അവിടെ ഓടി പോന്നു. പിന്നെന്താ, ഞാൻ പോട്ടെ. കയ്യിൽ പിടിച്ച് തുടങ്ങിയ നിധി പറയുന്നു, നിക്കവിടെ. എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരം വേണം. നികേഷിന്റെ അച്ഛൻ എന്തുകൊണ്ടാ നിങ്ങളോട് ദേഷ്യപ്പെടുന്നത്? എന്താ നിങ്ങളോട് സംസാരിക്കാത്തത്? നികേഷിന്റെ അമ്മ പറയുന്നു, അത് നീ അയാളോട് തന്നെ ചോദിക്കണ്ടേ? നിധി പറയുന്നു, ഞാൻ ചോദിച്ചു. മറുപടി പറയാത്തത് കൊണ്ടാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ വേറെ കല്യാണം കഴിച്ചത് കൊണ്ട് അച്ഛന് നിങ്ങളോട് ദേഷ്യമാണോ? നികേഷിന്റെ അമ്മ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് നിധി പറയുന്നു, നിക്കവിടെ. ഇപ്പൊ നിങ്ങള് മറുപടി പറയാതെ പോയാൽ ഇവിടെ പലതും നടക്കും. നികേഷിന്റെ അമ്മ ചോദിക്കുന്നു, എന്ത് നടക്കും? പോലീസിനെ അറിയിക്കുവോ? പോയി അറിയിക്ക്. ഞാൻ നിങ്ങളുടെ പണം എടുത്തിട്ടില്ല. എന്തായാലും നീ വീട്ടിലുള്ളവരോടെല്ലാം ഇത് പറഞ്ഞാണല്ലോ. വീട്ടില് രണ്ടുപേര് അന്വേഷിച്ചു വന്നുവെന്ന് അടുത്തുള്ളവർ പറഞ്ഞു. നീയും നിന്റെ ഭർത്താവാണോ വന്നത്, അതോ നിന്റെ ഭർത്താവിന്റെ ചേട്ടനോ അനിയനുമോ? നിധി പറയുന്നു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞാൽ മതി. മറുപടി പറഞ്ഞാൽ ഞാൻ എന്റെ വഴിക്ക് പോകും. തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനൊന്നും ഞാൻ വരില്ല. നിങ്ങളെപ്പോലെ ഒരാളെ ആ വീടിന് ആവശ്യമില്ല. നികേഷ് അമ്മയില്ലാതെ നന്നായി ജീവിക്കും. അവനെ ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ നിങ്ങൾ സത്യം പറയണം. എന്താ നികേഷിന്റെ അച്ഛൻ നിങ്ങളോട് സംസാരിക്കാത്തത്? എന്താ അച്ഛൻ നിങ്ങളെ കാണുമ്പോഴേ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ വേറെ കല്യാണം കഴിച്ചത് അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടാണോ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ പറയുന്നുണ്ടോ? നികേഷിന്റെ അമ്മ പറയുകയാണ്, അതെ. പിന്നെ എന്റെ മകനെ അയാളുടെ അടുത്ത് ആക്കിയിട്ട് പോയാൽ അയാൾക്ക് ദേഷ്യം വരില്ലേ? നിധി ചോദിക്കുന്നു, നിങ്ങളുടെ മകനോ? നികേഷ് അച്ഛന്റെ മകനും കൂടിയല്ലേ? നികേഷിന്റെ അമ്മ പറയുകയാണ്, അയാളുടെ മകനല്ല, നികേഷ് എന്റെ മകൻ മാത്രമാണ്. ഇത് കേട്ട് ഞെട്ടി നിധി പറയുകയാണ്, മനസ്സിലായില്ല. നികേഷിന്റെ അച്ഛൻ ഭാസ്കരനല്ലെന്നോ? അമ്മ പറയുകയാണ്, ഭാസ്കരൻ നികേഷിന്റെ അച്ഛനല്ല, അവൻ എന്റെ മകൻ മാത്രമാണ്. അച്ഛൻ ഭാസ്കരനല്ല. ഈ സമയം നികേഷിന്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. നിധി ചോദിക്കുന്നു, അപ്പം നികേഷിന്റെ അച്ഛനാരാ? അമ്മ പറയുകയാണ്, എന്നെ ആദ്യം നീ ഒന്ന് വിട്. ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് കടക്കാരനാണെന്ന് ആർക്കറിയാം? നിധി പറയുന്നു, പോകരുത്. എനിക്ക് മറുപടി പറഞ്ഞിട്ട് പോയാ മതി. എന്താ നടന്നെന്ന് പറഞ്ഞിട്ട് പോയാ മതി. നികേഷിന്റെ അമ്മ പറയുകയാണ്, ഞാൻ അതല്ലേ പറഞ്ഞത്. എന്റെ മകനെ അയാളുടെ അടുത്താക്കിയിട്ട് ഞാൻ മാത്രം അവിടുന്ന് പോയി. കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്റെ വഴിക്ക് പോയി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നു നിന്നാൽ അയാൾക്ക് എന്നോട് ദേഷ്യം തോന്നില്ലേ? ഇനി നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നീ അയാളോട് തന്നെ ചെന്ന് ചോദിക്ക്. അങ്ങനെ നികേഷിന്റെ അമ്മ അവിടെ നിന്ന് പോകുമ്പോൾ വിശ്വസിക്കാനാകാതെ വിഷമത്തോടുകൂടി ആലോചിച്ച് നിധി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നിധി വീട്ടിലേക്ക് വരികയാണ്. ഭാസ്കരൻ പുറത്തിരിക്കുകയാണ്. സുഭാഷും നികേഷും അരികിലേക്ക് വരികയാണ്. നിധി പറയുന്നു, അച്ഛാ, എനിക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്റെ കൂടെ വാ. ഭാസ്കരൻ പറയുകയാണ്, എന്താ സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ അത് ഇവിടെ വെച്ച് തന്നെ സംസാരിക്കാമല്ലോ. എന്റെ കൂടെ വാന്ന് നിധി പറയുമ്പോൾ, എവിടേക്കാ നീ എന്നെ വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഭാസ്കരൻ. നിധി ചോദിക്കുന്നു, എവിടേക്കാണെന്ന് പറഞ്ഞാലേ എന്റെ കൂടെ വരത്തുള്ളൂ? ഭാസ്കരൻ പറയുന്നു, അതെ, എവിടാണെന്ന് പറഞ്ഞാലേ ഞാൻ വരൂ. നിധി പറയുകയാണ്, അതൊന്നും പറയാൻ പറ്റില്ല, എന്റെ കൂടെ വാ. അങ്ങനെ നിധി ഭാസ്കരന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, നിധി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിധി പറയുകയാണ്, ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, ഞാൻ അച്ഛനെ ഒരു സ്ഥലം വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവിടാം. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടൻ ടെൻഷൻ ആകണ്ട, അങ്ങനെയൊന്നുമില്ല, ഒരു ചെറിയ കാര്യമാണ്, ഞാൻ വന്നിട്ട് പറയാം. ഭാസ്കരൻ പറയുകയാണ്, ചെറിയ കാര്യമല്ലേ, ഇവിടെ വെച്ച് തന്നെ പറഞ്ഞാ പോരെ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഭാസ്കരനെയും കൂട്ടി നിധി അവിടെ നിന്ന് പോവുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു, എവിടാ മോളെ നീ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? നിധി പറയുകയാണ്, വാ പറയാം. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി ഇയാളെ എവിടെ കൂട്ടിക്കൊണ്ടു പോവാ? സുഭാഷ് പറയുന്നു, അറിയില്ലടാ. തുടർന്ന് ഭാസ്കരനെയും കൂട്ടി നിധി ഒരു ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഭാസ്കരൻ പറയുന്നു, ഇനിയെങ്കിലും നീ എന്താണെന്ന് പറ. നിധി പറയുകയാണ്, ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ പോവുക, സത്യം പറയണം. ഒരു കാര്യം ഒഴിച്ച് നീ എന്ത് ചോദിച്ചാലും ഞാൻ പറയുമെന്ന് ഭാസ്കരൻ പറയുമ്പോൾ
പറയുമ്പോൾ നിധി പറയുകയാണ് നികേഷിന്റെ അമ്മയെ കുറിച്ച് ചോദിക്കരുത് അതല്ലേ? അത് തന്നെയാണെന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയുകയാണ് ഞാൻ അത് മാത്രമേ ചോദിക്കുകയുള്ളൂ. എങ്കിൽ ഞാൻ പോവാണെന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ നിന്ന് പോകാനെ തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് നിധി പറയുന്നു അച്ഛനെ ഞാൻ അങ്ങനെയൊന്നും വിടില്ല, പറഞ്ഞിട്ട് പോയാ മതി. ഭാസ്കരൻ ചോദിക്കുന്നു നീ പിന്നെ എന്തിനാ മോളെ അത് തന്നെ ചോദിക്കുന്നത്? നിധി പറയുകയാണ് ഞാൻ വീണ്ടും നികേഷിന്റെ അമ്മയെ കണ്ടു, അവരൊരു കാര്യം പറഞ്ഞു, അത് സത്യമാണോ എന്ന് എനിക്കറിയണം. നികേഷ് അച്ഛന്റെ മകനല്ലാന്ന്. ഭാസ്കരൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് നിധി പറയുന്നു നിക്ക്, സത്യം പറ. ഭാസ്കരൻ പറയുകയാണ് നീ എന്തേ ചോദിക്കുന്നത്? അവരെല്ലാവരും എന്റെ മക്കളാ. നിധി പറയുകയാണ് ഞാൻ ആ അർത്ഥത്തിലല്ല ചോദിക്കുന്നത്, ബയോളജിക്കലായി നികേഷ് അച്ഛന്റെ മകനല്ല. ഭാസ്കരൻ പറയുന്നു അങ്ങനെയൊന്നുമില്ല, മറ്റെല്ലാ മക്കളെയും പോലെ അവനും എന്റെ മകനാ. നിധി പറയുന്നു എനിക്ക് ഈ വിഷയത്തില് ഒരു ക്ലാരിറ്റി വേണം. ഭാസ്കരൻ ചോദിക്കുന്നു നീ ഇത് ക്ലാരിറ്റി ആയിട്ട് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? നിധി പറയുകയാണ് ഇതൊന്നും അറിയാതെ ഞാൻ നികേഷിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു, അത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേനെ. അച്ഛൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അത് എന്നോട് പറ, അതറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാതെ എന്താ നടന്നെന്ന് പറയച്ചാ, എനിക്കത് അറിഞ്ഞേ പറ്റൂ, എന്റെ തല പൊട്ടി പോകുന്നത് പോലെയുണ്ട്. ഭാസ്കരൻ പറയുകയാണ് പൊട്ടിപ്പോകും, അവനവന്റെ ജോലി അവനവൻ ചെയ്യണം, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകരുത്. നിധി പറയുന്നു ആവശ്യമില്ലാത്ത ജോലിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാനൊരു വീട്ടിൽ താമസിക്കുകയാണ്, ആ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്, ഓരോരുത്തരും ഓരോ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുമുണ്ട്, അതെല്ലാം അറിഞ്ഞാലേ ആ വീട് സന്തോഷമായിട്ടിരിക്കുകയുള്ളൂ. അച്ഛൻ എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നടന്ന കാര്യങ്ങൾ എന്നോട് തുറന്നു പറയണം. അച്ഛന്റെ ജീവിതത്തിൽ എന്താ നടന്നത്? ആ സ്ത്രീയെ അച്ഛൻ കല്യാണം കഴിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നു, അവര് വീട്ടിലേക്ക് വന്നപ്പോൾ നികേഷിനെ എടുത്തോണ്ടാണ് വന്നത്, അതിനുശേഷം വീട് വിട്ടുപോയി അവര് വേറെ കല്യാണം കഴിച്ചു. ഭാസ്കരൻ പറയുന്നു ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടില്ല, അതൊരു വലിയ കഥയാ, അത് ഓർക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് ഞാൻ നിന്നോട് പറയണോ? നിധി പറയുകയാണ് പ്ലീസ് എന്താ നടന്നതെന്ന് എന്നോട് പറ. അങ്ങനെ നിധി നിർബന്ധിക്കുമ്പോൾ ഭാസ്കരൻ ആ സത്യം നിധിയോട് തുറന്നു പറയുകയാണ് ഞാൻ ലോറി ഓടിക്കുന്ന സമയത്ത് ഒരുപാട് നാടുകളിൽ പോകുമായിരുന്നു, ലോഡ് അവിടെ ഇറക്കിയിട്ട് തിരിച്ചു വരുവാൻ ചിലപ്പോൾ എനിക്ക് ഒരു മാസം എടുക്കും, അങ്ങനെ പോകുമ്പോൾ ഭക്ഷണമൊന്നും ശരിയാകാറില്ലായിരുന്നു, അതുകൊണ്ട് ഏത് നാട്ടിൽ പോയാലും അവിടെ ഭക്ഷണം കഴിക്കാനായി ഒരു കടയും താമസിക്കാൻ ഒരു സ്ഥലവും ഞാൻ കണ്ടെത്തും. നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണേ. ഇപ്പൊ ഞാൻ ഗുജറാത്തിൽ പോയാൽ അവിടെ ഒരിടം, ഹരിയാനയിൽ പോയാൽ അവിടെ മറ്റൊരിടം, അങ്ങനെ ഞാൻ ഗുജറാത്തിൽ പോയപ്പോഴാണ് ഈ സ്ത്രീയെ ഞാൻ കണ്ടത്. ഒരു 2-3 വർഷമായിട്ട് എനിക്ക് അവരെ അറിയാമായിരുന്നു, അവളും അവളുടെ ഭർത്താവും കൂടി ഹോട്ടൽ നടത്തുകയായിരുന്നു, അവിടാണ് ഞാൻ ഭക്ഷണം കഴിക്കുക. ഇവര് രണ്ടുപേരും ഹോട്ടലിൽ ജോലികൾ ചെയ്യുമ്പോൾ കൈക്കുഞ്ഞായ നികേഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണും. പിന്നീട് ഒരിക്കൽ ഞാൻ ഗുജറാത്തിൽ ചെന്നപ്പോൾ ആ ഹോട്ടലിലേക്ക് ചെന്നു, അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവരുടെ ഭർത്താവ് മരിച്ചുപോയിന്ന്. എനിക്ക് എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല, പാവം കൈക്കുഞ്ഞുമായിട്ടിരിക്കുകയാണ്, ഹോട്ടൽ ഉണ്ടല്ലോ എങ്ങനെയെങ്കിലും ജീവിക്കും, ബന്ധുക്കളും കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആശ്വസിപ്പിച്ച് അവിടുന്ന് പോയി. പിന്നീട് ഒരിക്കൽ ലോഡുമായി ഗുജറാത്തിൽ ചെന്നപ്പോൾ ഇവരുടെ കടയിൽ പോയി, അന്ന് ഞാൻ അറിഞ്ഞത് അവരുടെ ഭർത്താവ് മരിച്ച ഉടനെ ഇപ്പൊ ഭർത്താവായിട്ട് ഒരുത്തരുണ്ടല്ലോ അവൻ അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു, അവനെ കല്യാണം കഴിക്കുന്നു പറഞ്ഞു. പക്ഷേ അവർക്ക് അയാളെ ഇഷ്ടമല്ലായിരുന്നു. അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനായി അവരെന്നോട് പറഞ്ഞു എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോകും. എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ അവര് പൊട്ടിക്കരഞ്ഞപ്പോൾ കൈക്കുഞ്ഞുമായി നിൽക്കുകയല്ലേ, സഹായിക്കാന്ന് പറഞ്ഞ് ഞാൻ അവരെയും കുഞ്ഞിനെയും കൂട്ടി ഈ നാട്ടിലേക്ക് വന്നു. അവരെ ഞാൻ എന്റെ വീട്ടിലേക്കും കൂട്ടിക്കൊണ്ടുവന്നു. നിധി ചോദിക്കുന്നു അപ്പോ അച്ഛൻ അവരെ കല്യാണം കഴിച്ചില്ലേ? ഭാസ്കരൻ ചോദിക്കുന്നു ഞാൻ എന്തിനാ അവരെ കല്യാണം കഴിക്കുന്നത്? നിധി ചോദിക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ലേ? ഭാസ്കരൻ പറയുകയാണ് അവളും ഞാനും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ്? 4 ദിവസം എന്റെ ഒപ്പം ലോറിയിൽ ട്രാവൽ ചെയ്തു വന്നു, എവിടെ പോകണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി എന്റെ കൂടെ വാന്ന് പറഞ്ഞ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നാട്ടുകാർ അത് കണ്ട് എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ അത് ശ്രദ്ധിച്ചതേ ഇല്ല. അവളും കൊച്ചും വീട്ടിൽ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അതങ്ങ് വിട്ടു. സുഭാഷും സുധീഷും ഹരീഷും എല്ലാം നികേഷിന്റെ ഒപ്പം കളിക്കാൻ തുടങ്ങി. നിധി ചോദിക്കാണ് അപ്പൊ അച്ഛൻ എപ്പോഴാ അവരെ കല്യാണം കഴിച്ചത്? ദേഷ്യത്തോടുകൂടി ഭാസ്കരൻ പറയുന്നു ഞാൻ നിന്നോടല്ലേ പറഞ്ഞത് ഞാൻ അവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന്, പിന്നെ നീ എന്തിനാ എന്നോട് എപ്പോഴാ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുന്നത്? പിന്നെ എന്താ നടന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം വേറൊരുത്തൻ അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ഭർത്താവ്, അവൻ അഡ്രസ് കണ്ടുപിടിച്ച് നേരെ ഇങ്ങോട്ട് വന്നു. ഇവൾ അവനെ ഭയന്ന അവന്റെ കൂടെ പോയി. അവള് പോയപ്പോൾ കൊച്ചിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാ പോയത്. നിധി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീക്കും അച്ഛനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഭാസ്കരൻ പറയുകയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് പോലെ ഇത് തന്നെയല്ലേ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നെ നീ എന്തിനാ അത് തന്നെ ചോദിക്കുന്നത്? നിധി പറയുകയാണ് അപ്പൊ ആ സ്ത്രീയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ഭാസ്കരൻ പറയുകയാണ് അതെ. നിധി പറയുന്നു ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടി അച്ഛൻ ഇതെല്ലാം ചെയ്തു, പക്ഷെ അവർ നികേഷിനെ അച്ഛന്റെ അടുത്ത് ഉപേക്ഷിച്ച് അവരുടെ ജീവിതം ജീവിക്കാൻ പോയി. ഇതാണ് അച്ഛനും നികേഷും തമ്മിലുള്ള ബന്ധം, അങ്ങനെയല്ലേ അച്ഛ? ഭാസ്കരൻ പറയുന്നു അന്നത്തെ അവസ്ഥയിൽ അങ്ങനെയായിരുന്നു, പക്ഷെ അതിനുശേഷം നികേഷ് സുഭാഷിന്റെയും സുധീഷിന്റെയും ഹരീഷിന്റെയും ഒപ്പം കളിക്കാൻ തുടങ്ങി. ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖത്ത് ചിരിയും സന്തോഷവും കാണുമ്പോൾ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. തന്റെ അമ്മയുടെ മുഖം മറന്ന് എന്റെ മുഖം കണ്ട് ഓടി വന്ന് എന്റെ കയ്യെ പിടിക്കുമായിരുന്നു. മോളെ അവന്റെ കൈവിടാൻ എനിക്ക് കഴിയുമോ? അവരെല്ലാവരും അനുജന്മാരായി ജീവിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ചെന്ന് നിന്റെ അച്ഛൻ വേറെ അമ്മ വേറെയാണെന്നൊക്കെ പറയാൻ പറ്റുമോ? ശരി അവനും
എന്റെ മകനായി ജീവിക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ അതങ്ങ് വിട്ടു. മോളെ, അവന് നികേഷ് എന്ന് പേര് വെച്ചതേ ഞാനാ. കണ്ണു തിറങ്ങിയ നിധി ചോദിക്കുന്നു, ഇത് വീട്ടിൽ ആർക്കെങ്കിലും അറിയുമോ? അതെനിക്ക് അറിയില്ല എന്നാ ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയുകയാണ്, ഉറപ്പായും ആർക്കും ഇത് അറിയില്ലായിരിക്കും. നികേഷിന്റെ അമ്മ വേറെയാണെന്ന് ഇപ്പോഴാണ് നികേഷ് പോലും അറിഞ്ഞത്. അവർക്ക് ആർക്കെങ്കിലും ഈ കാര്യം അറിയാമായിരുന്നെങ്കിൽ ആരെങ്കിലും ഈ കാര്യം എന്നോട് പറഞ്ഞേനെ. അച്ഛൻ എന്താ ഇത് വീട്ടിൽ ആരോടും പറയാഞ്ഞത്? ഭാസ്കരൻ ചോദിക്കുന്നു, എന്തിനു പറയണം? നിധി പറയുന്നു, നികേഷ് അച്ഛനെ വെറുക്കുന്നു. അവന്റെ അമ്മ വീട്ടിൽ നിന്ന് പോകാൻ കാരണക്കാരൻ അച്ഛനാണെന്ന് പറഞ്ഞ് അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. അവനോട് സത്യം പറയണ്ടേ? ഭാസ്കരൻ പറയുകയാണ്, എന്തു പറയണമെന്ന് അമ്മോള് പറയുന്നത്? എന്തു പറഞ്ഞാലും ശരിയാകില്ല. അവന്റെ അച്ഛൻ ഞാനാ. അവന്റെ അമ്മ പോയാലും അച്ഛനായിട്ട് ഞാനുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നുണ്ട്. ഈ സമയത്ത് നിന്റെ അച്ഛൻ ഞാനല്ല എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് തകർന്നു പോകില്ലേ? അവന്റെ അമ്മ പോയാലും അവനെ വെറുക്കാനായി അച്ഛനായിട്ട് ഞാനില്ലേ? അത് മതി. ഈ സമയത്ത് ഞാൻ ചെന്ന് നിന്റെ അച്ഛൻ മരിച്ചുപോയി, നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവന്റെ ഭാവി എന്താകും? അവൻ എന്നെ അച്ഛനായിട്ട് തന്നെ വിചാരിച്ച് വെറുത്തോട്ടെ. അങ്ങനെ ഭാസ്കരൻ വിഷമത്തോടുകൂടി കുനിഞ്ഞിരിക്കുമ്പോൾ കരഞ്ഞ് ഭാസ്കരന്റെ കയ്യിലേക്ക് പിടിച്ച് നിധി പറയുന്നു, അച്ഛനെ കുറിച്ച് ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു, പക്ഷെ ഞാൻ ചിന്തിച്ചതുപോലെ ഒന്നും അല്ല അച്ഛൻ. ഭാസ്കരൻ പറയുകയാണ്, ഇത് ചോദിക്കാൻ വേണ്ടിയാണോ നീ എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്? നീ വീട്ടിലേക്ക് തിരിച്ചു പോ. കരയാതെ. നിധി പറയുകയാണ്, ഞാൻ സത്യമായിട്ടും പറയുക അച്ഛ, ഇതൊന്നും ആരും ചെയ്യില്ല. മറ്റൊരാളുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി വളർത്തിയിരിക്കുന്നു. അവൻ വളർന്നിട്ട് അച്ഛനെ വെറുക്കുന്നു, ദേഷ്യപ്പെടുന്നു, അടിക്കാൻ വരുന്നു. പക്ഷെ അച്ഛൻ ഒരു വാക്ക് പോലും അവനോട് പറഞ്ഞില്ല. ഇതിനെല്ലാം വലിയ മനസ്സ് വേണം അച്ഛ. ഭാസ്കരൻ പറയുന്നു, മോളെ, നീ വീട്ടിലേക്ക് പോ. ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. എനിക്കൊരു ജോലിയുണ്ട്. ഞാൻ അത് കഴിഞ്ഞാ വീട്ടിലേക്ക് വരാം. നീ വീട്ടിലേക്ക് പോ. കരയാതെ എന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. തിരിഞ്ഞു നിന്ന് നിധിയെ അരികിലേക്ക് വിളിച്ച ഭാസ്കരൻ പറയുന്നു, ദേ നോക്ക്, നീ ചെന്ന് നികേഷിനോട് ഇതൊന്നും പറയരുത്. ഇപ്പൊ എങ്ങനെയാണ് ഉള്ളത് അങ്ങനെ തന്നെ പോകട്ടെ. ഇത് കേട്ട് നിധി തലയാട്ടുമ്പോൾ ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. നിധി കണ്ണു നിറങ്ങിയ ഭാസ്കരനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന സുഭാഷ് നിധിയുടെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ്. കണ്ണീര് തുടച്ച് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ നിധി സുഭാഷിനെ കണ്ടു ഞെട്ടി, സുഭാഷ് ഏട്ടൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. സുഭാഷ് പറയുന്നു, മോളെ അച്ഛനെയും കൂട്ടിക്കൊണ്ടുപോയപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് കരുതിയാണ് പിന്നാലെ വന്നത്. അങ്ങനെ സുഭാഷ് കണ്ണു നിറങ്ങി അവിടേക്ക് ഇരിക്കുകയാണ്. നിധിയും അരികിലേക്ക് ഇരിക്കുന്നു. സുഭാഷ് ഏട്ടൻ ഇപ്പോഴാണോ വന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, കുറച്ചു നേരം ആയി മോളെ. അച്ഛൻ സംസാരിക്കുന്നതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടന് നേരത്തെ തന്നെ ഇതെല്ലാം അറിയാമായിരുന്നോ? സുഭാഷ് പറയുന്നു, ഇപ്പം അച്ഛൻ പറഞ്ഞതിന്റെ അത്രയൊന്നും എനിക്കറിയില്ല. എന്താ നടന്നതെന്ന് ഇപ്പോഴാ ഞാനും മനസ്സിലാക്കിയത്. ഒരു ദിവസം നികേഷിനെയും നികേഷിന്റെ അമ്മയും അച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അത് കണ്ട് നാട്ടുകാർ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ ആ പ്രായത്തിലും അച്ഛൻ നികേഷിന്റെ അച്ഛനല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു അവരെ ഇഷ്ടപ്പെട്ടാണ് അച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന്. പക്ഷെ ഈ കഥയൊന്നും എനിക്കറിയില്ലായിരുന്നു. മോളോട് അച്ഛൻ അത് പറഞ്ഞപ്പോഴാണ് ഞാനും അതറിഞ്ഞത്. സുഭാഷ് ഏട്ടൻ ഇതൊന്നും അച്ഛനോട് ചോദിച്ചിട്ടില്ലേന്ന് നിധി ചോദിക്കുമ്പോൾ കണ്ണു നിറങ്ങിയ സുഭാഷ് പറയുന്നു, ഇല്ല മോളെ. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടന് ആദ്യമേ തന്നെ നികേഷിന്റെ അച്ഛനല്ല നിങ്ങളുടെ അച്ഛനെന്താ മനസ്സിലായില്ലേ? അത് സുഭാഷ് ഏട്ടൻ സുധീഷിനോടും ഹരീഷിനോടും പറഞ്ഞിരുന്നു. ഇല്ലെന്ന് സുഭാഷ് പറയുമ്പോൾ കരഞ്ഞോണ്ട് നിധി പറയുന്നു, എനിക്ക് എന്തു പറയണമെന്ന് അറിയില്ല സുഭാഷ് ഏട്ടാ. ഞാൻ വന്നപ്പോ നാട്ടുകാര് ആ വീടിനെ പറ്റി എന്തൊക്കെയോ തെറ്റായി പറയുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ ഞാൻ അറിഞ്ഞു. പിന്നീട് ഞാനും അത് കേട്ടു. പക്ഷെ അതേപോലെ ഒന്നും അല്ല നിങ്ങൾ എല്ലാവരും. നിങ്ങളുടെ അച്ഛനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. പകുതിയിൽ കൂടുതൽ സത്യം സുഭാഷ് ഏട്ടനും അറിയാമായിരുന്നു. സുഭാഷ് ഏട്ടനും നികേഷിനോട് ഒരു വ്യത്യാസവും കാണിച്ചിട്ടില്ല. നികേഷാണ് സുഭാഷ് ഏട്ടന്റെ ലോകം. അച്ഛൻ അതിലും മുകളിലാണ്. ഒരു തെറ്റും ചെയ്യാതെ നികേഷ് വഴക്ക് പറയുമ്പോൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. അവൻ വഴക്ക് പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകുന്നു. ഇങ്ങനെ ഒരു വീട്ടിലും നടക്കില്ല. നിങ്ങളെ കൈ എടുത്ത് തൊഴാനാ തോന്നുന്നത്. അങ്ങനെ നിധി കരഞ്ഞുകൊണ്ട് കൈ കൂപ്പുകയാണ്. എന്താ മോളെ ഇതെന്ന് ചോദിച്ച് നികേഷ് കയ്യിലേക്ക് പിടിക്കുമ്പോൾ നിധി പറയുകയാണ്, ഇതൊരു സാധാരണ കാര്യമല്ല. നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പയ്യനെ ഇത്രയും സ്നേഹിക്കുന്നത് സാധാരണ കാര്യമല്ല. നിങ്ങൾ മൂന്നുപേരും നികേഷിനെ ജീവനായി കണ്ട് സ്നേഹിക്കുകയാണ്. ഇതെല്ലാം കേട്ട് സുഭാഷ് കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് സുഭാഷിന്റെ തോളിലേക്ക് ചായുകയാണ് നിധി. നിധിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് സുഭാഷ് പറയുന്നു, അച്ഛൻ പറഞ്ഞ പോലെ നികേഷ് നമ്മുടെ വീട്ടിലെ പയ്യനാ. അവൻ ഞങ്ങളുടെ എല്ലാവരുടെയും അനുജനാ. അവന്റെ അച്ഛൻ വേറെ ആയാലെന്താ, അമ്മ വേറെ ആയാലെന്താ? ഞാൻ അവനെ എന്റെ കൂടെ പിറന്ന അനുജനായാണ് കാണുന്നത്. അവന്റെ ചേട്ടന്മാരാണ് ഞങ്ങള്. ഇനി അതില് ഒരു മാറ്റം ഉണ്ടാകില്ല. കണ്ടു തുടയ്ക്കും മോളെ. നീ കരയുന്നത് കാണുമ്പോൾ എനിക്കും കരച്ചിൽ വരുക. നികേഷ് ഒരു കാരണവശാലും ഇതൊന്നും അറിയാൻ പാടില്ല. എന്നെ വെട്ടിക്കൊന്നാലും ഞാൻ ഇത് ആരോടും പറയില്ല. മോളും ഇത് ആരോടും പറയരുത്. ഇതൊന്നും അവൻ അറിയാതിരിക്കുന്നതാണ് നല്ലത്. ശരി സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, മൂക്ക് നല്ല മനസ്സാ. നമ്മുടെ വീടിനു വേണ്ടി നീ എന്തെല്ലാമാണ് ചെയ്യുന്നത്. നിന്റെ മുന്നില് ഞങ്ങളൊന്നും ഒന്നുമല്ല. നിധി ചോദിക്കുന്നു, ശരിക്കും നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ കൊന്നോ? കൊന്നിട്ട് ജയിലിൽ പോയതാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അച്ഛന്റെ ഭാര്യയെ കൊല്ലാൻ കഴിയില്ല. സുഭാഷ് പറയുകയാണ്, എനിക്കും അതൊന്നും അറിയില്ല മോളെ. നികേഷിനെ അച്ഛൻ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ എനിക്ക് ഒരു 10 വയസ്സ് കാണും. അന്ന് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാകുമായിരുന്നു. പക്ഷെ അമ്മയുടെ മരണം നടന്ന
വളർന്നപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം പോലീസ് വന്നു അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഞാനും അനുജന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ നോക്കാൻ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശിയും പിന്നെ പോയി. മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം ഞാൻ തന്നെ അനുജന്മാരെ നോക്കാൻ തുടങ്ങി. അച്ഛൻ ജയിലിൽ നിന്നും പുറത്തു വന്നപ്പോൾ അച്ഛനോട് ഇതൊന്നും ചോദിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞങ്ങൾ. നാട്ടുകാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാട്ടുകാര് അതൊന്നും വിശ്വസിക്കുന്നില്ല. അവര് വായിൽ വരുന്നത് എന്തൊക്കെയോ പറയുന്നു. ഇന്നും അവര് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറില്ല മോളെ. ആലോചിക്കാൻ നേരമില്ല. എന്റെ താഴെ 3 അനുജന്മാരുണ്ട്. അവരെ നന്നായി നോക്കണമെന്നുള്ള കടമ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. കണ്ണീര് തുടച്ച് സുഭാഷ് പറയുന്നു, വാ മോളെ നമുക്ക് പോകാം. എത്ര നേരമാ നമ്മൾ ഇവിടെ ഇരിക്കുക? അനുജന്മാർ അന്വേഷിക്കും. ശരി പോകാന്ന് പറഞ്ഞ് നിധിയും സുഭാഷും അവിടെ നിന്ന് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്